എടാ ബുള്ളറ്റ് പോകുന്നില്ല. ചാവാത്ത എന്താടാ ഇവൻ? പിന്നെ ആ വണ്ടി പോവാ ചത്തില്ലടാ. വണ്ടി സ്ലോ ആവേ. അവന്റെ വീലൊന്നുമില്ല, അവന്റെ വീലൊന്നുമില്ല. നീന്തി പോണ് വണ്ടി നോക്ക്. ഇതാരാ വെള്ളത്തിൽ? ബാക്കിയുള്ളവര് വേറെ നോക്കും. ടിവിയുടെ വണ്ടി ആരുടെ വേണം അടിക്കല്ലേ ഹെൽമെറ്റ് ഒന്നും ഇല്ലാത്തവനാ. ഏതാ പാവാ അണ്ണാ അത് മറ്റേ EMSന്റെ ഹെഡ് അടിക്കല്ലേ. വേറെ കുറെ പേരുണ്ട്, 2-3 പേര് എന്തൊക്കെയുണ്ട്. നമ്മുടെ വണ്ടി അവന്മാരെടുത്തുണ്ട് നോക്ക്. നിനക്ക് വായിലാണ് ഇപ്പൊ വണ്ടി. പശുവിൻ ഡ്രസ്സൊക്കെ ഇട്ട് അവനെ പൊക്കാൻ EMS വന്നിട്ടേ. ഐസെന്റിന്റെ എന്തിന് ഒന്നോ രണ്ടോ പേര് ഇവിടെ വന്നാൽ ബാക്കിയുള്ളൊരു വണ്ടി എടുത്തുണ്ടോ? കണ്ണാപ്പിനാരും എടുത്തോണ്ടും പോയെന്ന് ബോഡി. അപ്പൊ പിന്നെ ഇവനെ നോക്കണ്ട. ഇത് കണ്ടി റാവുത്തർ കണ്ടി. അവ ഇപ്പൊ ഇല്ല, HF ഇല്ലാന്ന് ഇപ്പൊ. കണ്ണാപ്പി എവിടെ പോയി നോക്ക. അവന്റെ പുറകിന് പിടി, അവനെ ഹോസ്റ്റേജ് ആക്കുക. കണ്ണാപ്പിനെ എടുത്തോണ്ടും മറ്റേ അവിടെ ഈ കഴപ്പ ഇതിനൊക്കെ റെഡി ആയിട്ടിരിക്കണം, മനസ്സിലായി? അല്ലെങ്കിൽ ചെയ്യാൻ നിൽക്കരുത്. ഇവരുടെയൊക്കെ അവസ്ഥ എന്താന്ന് അറിയണം മേടി. ഇവന്മാർ കണ്ണാപ്പിനെ കൊല്ലി തന്നെ മുമ്പിട്ട ഇത് ലൈവായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുന്നു. ഇല്ലല്ലോ. പിന്നെ പോയാ ഞാൻ പോയി. പുതിയ സാധനമാണോ? പുതിയ സാധനമാണല്ലോ ഇത്. പുതിയ സാധനമാണല്ലോടാ ഇത്. പുതിയ സാധനമാണ് ഇത്. ഇതൊന്ന് മെനു ഒക്കെ ഉണ്ടാ? മെനു ഒക്കെ നിങ്ങളാ വണ്ടി ഒന്ന് അനക്കി. ഒരു പ്രശ്നമില്ലല്ലോടാ. എടാ വെയിറ്റ് ചെയ്യണം. ആ വാ എടാ ബുള്ളറ്റ് പോകുന്നില്ല. ചാവാത്ത എന്താടാ ഇവൻ? ഇവനെന്താ ചാവാത്തേ? ഇവനെന്താ ചാവാത്തേ? എടാ ചാവുന്നില്ലടാ. ഇപ്പൊ നിങ്ങൾ എവിടെയുണ്ട്? വണ്ടി നിർത്തിട്ടേക്കുന്നത് അവനെ കൊല്ലാണ്. നീ കൈ കൊതവും പൊക്കിയില്ല കണ്ടി. കയ്യോ കൊതോ എന്തേലും പൊക്കിയില്ല നീ.
നമ്മുടെ ആൾക്കാരെന്തി നമ്മുടെ പയ്യന്മാരെന്തി ഞാൻ കത്തിപ്പോയത് വണ്ടി എടുത്ത് വരുവാ. അറ്റ് വെച്ചു കുട്ടൻ ടിപ്പ് 40 രൂപ ത്രൂ സൂപ്പർ ചാറ്റ്. വന്നാരം 5 വിക്കറ്റ് എടുക്കുന്നത്. ഒരു 5 പെക്കി ബി യു കെ കെ ചുംബനം നൽകുന്ന മുഖം. എടാ അവനോട് നമ്മൾ മര്യാദ സംസാരിച്ചു ബ്രോ, ഒരു സിറ്റുവേഷൻ ഉണ്ട് 15 മിനിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ബ്രോ നമ്മളൊരു 20 മിനിറ്റ് തന്നാൽ മതി. മര്യാദക്ക് കണ്ടികളൊക്കെ സംസാരിച്ചു. ഞാനൊക്കെ ഒന്ന് അവനെ കൈവക്കി എന്നിട്ട് പിന്നെ എന്തിനാ അടിക്കുന്നത്? ബഗ്ഗ അവൻ പിന്നെയും പോയാ. ആദ്യം കണ്ണെടുത്തിട്ടെ ആൾക്കാർ കൂടിയപ്പോ കൈവക്കി എന്നിട്ട് അവൻ പറയാ. വലിച്ചു കൊടുക്കുക. പിന്നല്ലാണ്ട് എന്തൊരു കണ്ടിയാണ് അവൻ. ആള് തീർന്നു. അല്ല മന്ദാരം അവൻ എന്താ ചെയ്തെന്നറിയോ? അവൻ ഇമോട്ട് ഇട്ടിട്ട് നമ്മളവനെ ടീച്ചടിച്ച് കൊണ്ടുപോയി. ഇമോട്ട് ഇട്ടിട്ട് വണ്ടിക്കകത്ത് ഇരുന്നിട്ട് വണ്ടി മുമ്പോട്ട് നീങ്ങുന്നില്ല. അപ്പൊ ഇവനെ നമ്മൾ ഇറക്കിയപ്പോൾ വണ്ടി നീങ്ങുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ഇത് മുമ്പോട്ട് നീങ്ങും, വണ്ടി ഫ്രണ്ടിലോട്ട് ഇത് ചാടുന്നു വണ്ടി നമ്മുടെ ഹൈന. അപ്പോൾ നമ്മൾ ഇവനെ ഇറക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല, ഇവൻ ഇമോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലായി. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്തോ മോബി ഇവനെ പിടിവിട്ടപ്പോഴത്തേക്ക് ഇവൻ ഇറങ്ങി അടിക്കാൻ തുടങ്ങി. നമ്മൾ അവനെ ഹെഡ് മൊത്തം കൊടുക്കുന്ന ആള് ചാവുന്നില്ല, മറ്റേ ഹെൽത്ത് ബുക്ക് പോയി. നമ്മള് കറക്റ്റ് ആയിട്ടേ കണ്ണാപ്പി പോകുന്നതിന് മുമ്പ് ഇറങ്ങാൻ പോവാണ്, ഞാൻ ഇവിടെ ഉണ്ട് എന്ന്, ഞാൻ മുതുകിലെത്തിയാണ്, ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് കോള് തന്ന സമയത്ത് ഇല്ല നമ്മളെ വണ്ടിയുടെ സൈഡിൽ കൂടെ പോണ കണ്ടാവും മര്യാദ. അങ്ങോട്ട് പോയപ്പോഴാണ് താഴ്ത്തു വന്നെ. നാളെ ഇപ്പൊ വൈകിട്ട് ബിസി വരും. ലൊക്കേഷൻ ലൊക്കേഷൻ പറ്റി ഞാൻ പറയട്ടെ, ഇവനെ തന്തക്കല്ലേ വിളിക്കുന്നത്, ഇവന്റെ തന്തണ്ടല്ലോ. ഇവൻ ഇതുവരെ മ്യൂട്ട് പോലും കിട്ടിയില്ലടാ. ഇവന്മാർക്ക് ഇങ്ങനെ കിട്ടുന്ന ബോട്ട്സ്. നമ്മുടെ ഇന്നലെയും കൂടെ അഡ്മിൻ വന്ന് പറഞ്ഞ ബോട്ട് ഇങ്ങനത്തെ ഇത് പ്ലേയേഴ്സിനെ വിളിക്കരുതെന്ന്. എന്റെ അഡ്മിൻ ഇവിടുത്തെ ഒരാളെ ബാൻ ചെയ്ത് സർവർ കാണുന്നില്ല. അല്ല ഇനിമാര് ഫയലിൽ ഡയറക്റ്റ് ആയിട്ട് പറയണതിന് ഒരു സീനും ഇല്ല. പറ്റത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ പറയുമ്പോ ഞാൻ മറ്റേ മലപ്പുറം ഉണ്ടായിരുന്നല്ലോ, ചാനലുണ്ടായിരുന്നു കുറച്ച് മുമ്പ് വരെ. എടാ അവർക്ക് മറ്റേ ടി പി ആയിട്ട് മിഴിക്കണ്ണ കാമരാജൻ പിള്ള. നിനക്ക് അറിഞ്ഞൂടെ HF ഈ സിറ്റിയിലെ തല്ലുകൊള്ളുകളാ. നമ്മളിപ്പോ ഒരു ഗ്യാങ് ഒക്കെ സെറ്റ് ചെയ്തോണ്ട് വരുവാണ്, പുതിയൊരു ഗ്യാങ് ഇവിടെ രജിസ്റ്റർ ആവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്നൊരു ഗ്യാങ് ഇവിടെ രജിസ്റ്റർ ആവുമെന്ന് വിചാരിച്ചോ. അപ്പൊ അവരുടെ ഇനിഷ്യൽ സിറ്റുവേഷൻ പഠിക്കുന്നതുണ്ടല്ലോ, അതായത് നമ്മൾ സിറ്റിയോട് അഡാപ്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അഡാപ്റ്റീവ് ആവുന്ന ടൈമിൽ അവരുടെ പ്ലാനിൽ വരുന്ന ഒരു പേരാണ് ഇപ്പൊ HF. എടാ നമുക്ക് വലിയ ഗ്യാങ്സ്റ്റോടൊന്നും എടുക്കണ്ട, HF ഒക്കെ പിടിച്ചതല്ല, അങ്ങനത്തെ ഗ്യാങ് സിറ്റുവേഷൻ. അതാണ് ഇപ്പൊ HF ഇവിടെ ഈ സിറ്റിയിൽ, മനസ്സിലായ? അമ്മമാരുടെ ഹാക്ക് പൊക്കിയതിനു ശേഷം ഇപ്പൊ അമ്മമാർ അങ്ങനെയാണ് ഈ സിറ്റിയിൽ പുതിയതായിട്ട് വരുന്ന പിള്ളേർക്ക് അടിച്ചു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാങ്. അതാണ് അമ്മമാർ HF ഇവിടെ. അതെ അതാണ് എക്സാക്ട്ലി അമ്മമാർ, അതാണ് ഈസി ബോട്ട്സ്. വാടാ വാ.